സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം എയിംസിൽ നിന്ന് വിതുമ്പലോടെയാണ് പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും MA ബേബിയുമടക്കമുള്ളവർ ഏറ്റുവാങ്ങിയത്. മൃതദേഹം പിന്നീട് JNUവിലെത്തിച്ചപ്പോൾ മുദ്രാവാക്യം വിളികളോടെയാണ് കലാലയം പൂർവ്വ വിദ്യാർത്ഥിയായ യെച്ചൂരിയെ വരവേറ്റത്. JNUവിലെ മണിക്കൂറുകൾ നീണ്ട പൊതുദർശനത്തിന് ശേഷമായിരുന്നു വസന്തകുഞ്ചിലെ വീട്ടിലേക്ക് യെച്ചൂരിയുടെ മൃതദേഹം എത്തിച്ചത്. JNU ക്യാമ്പസിൽ നിന്നും ഇന്ത്യൻ കമ്മ്യൂണിസത്തിൽ തീക്കനലായി ജ്വലിച്ചുയർന്ന CPIM-ന്റെ അനിഷേധ്യ നേതാവും ദേശീയ രാഷ്ട്രീയത്തിലെ കരുത്തനായ വിപ്ലവ നക്ഷത്രവുമായ സീതാറാം യെച്ചൂരിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് ഡൽഹിയിലേക്ക് തടിച്ചുകൂടിയത്. വിവിധ CPM നേതാക്കൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തി. കേരളത്തിൽ നിന്നും EP ജയരാജനും PK ശ്രീമതി ടീച്ചറും AKG ഭവനിലെത്തി അദ്ദേഹത്തിന്റെ ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തി. BJP കോൺഗ്രസ് നേതാക്കളും എത്തി അന്തിമോപചാരം അർപ്പിച്ചു. ചെന്നൈയിൽ ജനിച്ച് ഹൈദരാബാദിൽ വളർന്ന യെച്ചൂരി പഠനകാലം മുതൽ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ആകൃഷ്ടനായിരുന്നു. അതുകൊണ്ട് തന്നെ JNU ക്യാമ്പസിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും മുദ്രാവാക്യം വിളികളോടെയാണ് മൃതദേഹത്തെ വരവേറ്റത്. നിരവധി നേതാക്കളും അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ വസതിയായ വസന്തകുഞ്ചിൽ എത്തിച്ചപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPI ജനറൽ സെക്രട്ടറി D രാജ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, ചന്ദ്രബാബു നായിഡു, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ അന്ത്യാഭിവാദ്യം രേഖപ്പെടുത്തി. ഇതോടെ ചരിത്രത്തിനൊപ്പം നടന്ന പോരാട്ടവീര്യത്തിന് പാതിവഴിയിൽ പൂർണ്ണവിരാമം. ജീവശ്വാസത്തെക്കാളും വലുതായി കണ്ട ചെങ്കൊടി പുതച്ച് നിത്യനിദ്ര, ജീവിതം പോലെ ജീവനറ്റ ശരീരവും പുതുതലമുറയ്ക്ക് ഇനി പാഠമാകും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.